റോഷി, ഇപ്പോൾ എൻ സുരേഷ് ബാബു പ്രതികരിച്ചത് പീസറിനെ കുറിച്ച് ഇ പി ജയരാജൻ അങ്ങനെയൊന്നും പറയില്ല, അത് വാസ്തവമാണ്. ഇ പി ജയരാജൻ പറയുന്നത് പോലെ ഇ പി ജയരാജൻ്റെതല്ലാത്തതായി കൂട്ടിച്ചേർക്കപ്പെട്ട ഈ ഭാഗങ്ങൾ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണോ പാലക്കാട് ജില്ലാ സെക്രട്ടറിയും പറയുന്നത്? റോഷി, അരുൺകുമാർ, ഇപ്പോൾ DC ബുക്സിലെ ഈ പുസ്തകത്തിലെ ഭാഗങ്ങൾ പുറത്തു വന്നപ്പോൾ അതിൽ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി പി സരിൻ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ്. ഇ പി ജയരാജൻ്റെ വാക്കുകൾ അത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചു ചർച്ചയാക്കുന്നു എന്ന ആരോപണമാണ് പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ഉന്നയിക്കുന്നത്. ഏതായാലും ഇ പി ജയരാജൻ തന്നെ ഈ പുറത്തു വന്ന ഭാഗങ്ങൾ അത് നിഷേധിച്ച ഒരു സാഹചര്യമുണ്ട്. അതുതന്നെയാണ് പ്രതിരോധത്തിനായി CPM നേതൃത്വം ഉയർത്തുന്നത്. LDFും NDAയും ഒപ്പം UDF നേതൃത്വവും ഇത് ആയുധമാക്കി കഴിഞ്ഞു. പ്രത്യേകിച്ച് പി സരിനെതിരെയുള്ള ആ പരാമർശം അത് പാലക്കാട്ട് സജീവ ചർച്ചയാക്കുന്നതിനൊപ്പം തന്നെ പിണറായി സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ അതുകൂടെ വരും ദിവസങ്ങളിൽ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ പ്രധാനപ്പെട്ട വിഷയമാക്കാൻ കോൺഗ്രസിൻ്റെ BJPയുടെ ഭാഗത്ത് ശ്രമമുണ്ടാകും. അതുതന്നെയാണ് നേതാക്കളുടെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇപ്പോൾ K സുരേന്ദ്രനും പ്രതികരിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആ വിഷയം തന്നെ ഇ പി ജയരാജൻ്റെ പുസ്തകത്തിലെ സർക്കാരിനെതിരെയുള്ള പരാമർശങ്ങൾ, പിണറായി വിജയനെതിരെയുള്ള പരാമർശങ്ങൾ അതടക്കം ചർച്ചയാക്കാനുള്ള ശ്രമം അത് കൃത്യമാണ്. പി സരിനെതിരെയുള്ള ആ വിമർശനങ്ങൾ, പി സരിനെ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ട് ആ പുസ്തകത്തിലുള്ള ആ വിമർശനങ്ങൾ അത് ഇ പി ജയരാജൻ പൂർണ്ണമായും തള്ളുന്നുണ്ടെങ്കിൽ പോലും അത് വരും ദിവസങ്ങളിൽ വലിയ വാദപ്രതിവാദങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും ഇതിൽ ഇ പി ജയരാജൻ്റെ ആ നിഷേധം, ആ നിലപാട്, അതുമായി ബന്ധപ്പെട്ട നിയമനടപടി സ്വീകരിക്കുമെന്ന നിലപാട് അതുമാത്രമാണ് ഇപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധമുയർത്താനുള്ള ഏക വഴി. എൻ സുരേഷ് ബാബുവിൻ്റെ പ്രതികരണമായിരുന്നു അല്പസമയം മുമ്പ് വന്നത്. സരിനെ കുറിച്ച് ഇ പി ജയരാജൻ അങ്ങനെയൊന്നും പറയില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും സർക്കാരിനും പാർട്ടിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി ഇ പി ജയരാജൻ്റെ ആത്മകഥ എന്ന പേരിൽ ഇപ്പോൾ പുറത്ത് രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന വാർത്ത, ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട വാർത്ത പിന്നീട് മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ DC-യുമായി ഇത്തരത്തിൽ ഒരു കരാറും താൻ വെച്ചിട്ടില്ല എന്ന് ഇ പി ജയരാജൻ പറഞ്ഞ് ഈ വാർത്തയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിയുന്നു. എന്നാൽ DC ബുക്സ് ഇന്ന് നിശ്ചയിച്ചിരുന്ന പ്രസാധന കർമ്മം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു. നിർമ്മിതിയിലെ സാങ്കേതിക തകരാറ് കാരണം ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നീട്ടിവെക്കുന്നുവെന്ന് DC ബുക്സ് അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ചോദ്യം ഇതാണ്, DC ബുക്സിന് യഥാർത്ഥത്തിൽ ഇ പി ജയരാജൻ തൻ്റെ ആത്മകഥാ പ്രകാശനത്തിനായുള്ള കരാർ നൽകിയിരുന്നോ?